ഹൈ ഗേസ്, വെൽക്കം ബാക്ക്. ഇന്ന് ഡേറ്റ് ഡിസംബർ 17. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് ഇന്ന് നോക്കുവാണെങ്കിൽ നിഫ്റ്റി എക്സാക്ട്ലി ഈ ഒരു റെസിസ്റ്റൻസ് ലെവലിൽ റെസിസ്റ്റൻസ് എടുത്ത് ചെറിയൊരു സെൽ ഓഫ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ലെവൽ ഞാൻ ടെലഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിരുന്നു മോർണിംഗിൽ തന്നെ. അപ്പോൾ നോക്കുവാണെങ്കിൽ ഒരു നല്ലൊരു റെഡ് ക്യാൻഡിൽ ഫോർമേഷൻ ഇവിടെ നടത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നല്ലൊരു സെല്ലിംഗ് തന്നെയാണ് നിഫ്റ്റിയിൽ ഈവൻ മാർക്കറ്റിൽ നടന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സെല്ലിംഗ് പ്രഷർ ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ വീണ്ടും ഒരു ഡൗൺ സൈഡ് ഫാളിനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. സോ അപ്പോൾ ഞാനൊരു ട്രേഡ് ഇവിടെ എടുക്കാൻ പ്ലാൻ ചെയ്യുവാണ്. ഇപ്പോൾ നിഫ്റ്റി നോക്കുവാണെങ്കിൽ ഇന്നത്തെ ആ ഒരു ഡേ ലോയും ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഫയേഴ്സിൽ ആണ് ഒരു ട്രേഡ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ട്രേഡ് ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്നതാണ്. അപ്പോൾ വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ജസ്റ്റ് ഒരു എഡ്യൂക്കേഷണൽ വീഡിയോ എന്ന രീതിയിൽ മാത്രം കൺസിഡർ ചെയ്യാം. അപ്പോൾ ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യുന്നത് സെൻസെക്സിലാണ്. അപ്പോൾ ഇവിടെ സെൻസെക്സിൻ്റെ പുട്ട് ഓപ്ഷൻ ഞാനിവിടെ 100 ക്വാണ്ടിറ്റി ജസ്റ്റ് ഒന്ന് ബൈ ചെയ്യുവാണ്. ഓർഡർ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. സെയിം ട്രേഡ് ഞങ്ങൾക്ക് മൾട്ടിപ്പിൾ ബ്രോക്കേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ സെറോദയിലും ഒരു ട്രേഡ് എടുക്കുന്നുണ്ട്. അത് ഞാൻ ജസ്റ്റ് കാണിക്കുന്നത് കുറച്ച് വലിയ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, സോ മാർക്കറ്റ് നോക്കുവാണെങ്കിൽ സെൻസെക്സ് നിഫ്റ്റി നോക്കുവാണെങ്കിൽ ഓൾറെഡി ഡേ ലോ ബ്രേക്ക് ഡൗൺ ചെയ്തു. ആ ഒരു സെല്ലിംഗ് പ്രഷറിനുള്ള ഒരു സാധ്യതകൾ നമുക്കവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് സപ്പോർട്ട് ലെവൽ എന്തായാലും പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം എവിടെയാണോ ബയേഴ്സ് കൂടുതലുള്ളത് ആ ഒരു ലെവലോട്ട് മാർക്കറ്റ് നോർമലി മൂവ് ചെയ്യും. കാരണം എക്സാക്ട്ലി ആ ഒരു പോയിന്റ് റെസിസ്റ്റൻസ് എടുത്തിട്ടാണ് മാർക്കറ്റിലൊരു സെൽ ഓഫ് നടന്നിരിക്കുന്നത്. ഈ ഒരു ട്രേഡിൽ ഞാൻ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് നിയർലി ആ ഒരു ക്യാൻഡിലിൻ്റെ മുകളിൽ, അല്ലെങ്കിൽ ആ ഒരു ഞാൻ മുൻപ് ഡ്രോ ചെയ്ത ആ ഒരു റെസിസ്റ്റൻസ് ലെവലിൻ്റെ മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യാനുള്ള പ്ലാനാണ്. എക്സ്പെക്റ്റ് ചെയ്യുന്നത് നിയർലി ഒരു 100 പോയിൻറ്റിൻ്റെ അടുത്ത് സ്റ്റോപ്പ് ലോസ്. ഓക്കെ, സെൻസെക്സിൽ ഈ ഒരു കോൾ ഓപ്ഷനിൽ മാക്സിമം ഒരു 100 പോയിൻറ്റിനുള്ളിൽ ഞാൻ എക്സിറ്റ് ചെയ്യും. അതിൻ്റെ ടാർഗറ്റ് ഡിപ്പെൻസ് ഓൺ എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് നോക്കിയിട്ട് ഞാനൊരു സെൽ ഓഫ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. നോക്കാം മാർക്കറ്റിൻ്റെ മൊമെൻറ്റും കാര്യങ്ങളൊക്കെ. ഈവൻ ചില സമയങ്ങളിൽ നമുക്കറിയാം പ്രീമിയം വളരെ ഫാസ്റ്റായിട്ട് സ്പൈക്ക് ചെയ്യും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് എന്താണ് ഇമ്മീഡിയറ്റ്ലി പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ടി വരും. ചില സമയത്ത് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള മൂവ്മെൻറ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി റൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ് നോക്കിയിട്ട് വേണം ഇന്നത്തെ ആ ഒരു ട്രേഡ് എനിക്ക് പ്ലാൻ ചെയ്യാനുള്ളത്. അപ്പോൾ എന്തായാലും ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ലൈവ് ട്രേഡിംഗ് സെഷൻ ജസ്റ്റ് ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. റൈറ്റ്, വളരെ ചെറിയ ക്വാണ്ടിറ്റി എടുത്ത് നിങ്ങൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. ആൻഡ് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. ആൻഡ് റെഗുലറായിട്ട് ട്രേഡുകൾ എല്ലാ ദിവസവും എസ്പെഷ്യലി എടുക്കാറുണ്ട്. ആൻഡ് റീസെൻ്റ്ലി മാർക്കറ്റിൽ ചെറിയ ചേഞ്ചസ് റെഗുലേഷൻസ് ഒക്കെ വന്നതിന് ശേഷം എൻ്റെ ട്രേഡിങ് അത്രയും പ്രോപ്പറായിട്ട് ഉണ്ടായിരുന്നില്ല. ഈവൻ ദോ എല്ലാ ദിവസവും ട്രേഡുകൾ എടുക്കുമായിരുന്നെങ്കിൽ പോലും കൂടുതലും ലോസുകളൊക്കെ ആയിരുന്നു കൂടുതൽ വന്നുകൊണ്ടിരുന്നത്. റീസെൻ്റ്ലി ആണ് ലാസ്റ്റ് ഒരു 2 മന്തിന് ശേഷമാണ് റീസെൻ്റ്ലി ആണ് ഒരു ബാക്ക് ടു ട്രാക്ക് ആ ഒരു ട്രാക്കിലോട്ട് തിരിച്ചു വന്നത്. സോ എനിവേ സ്റ്റിൽ ഞാൻ ഈ ഒരു ട്രേഡിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നു ഡേ ലോ ബ്രേക്ക് ഡൗൺ ചെയ്ത് സെൻസെക്സ് ഒരു അപ്പ് സൈഡ് മൂവ്മെൻറ്റ് വരും, ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് വരും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഫയേഴ്സിൻ്റെ പ്ലാറ്റ്ഫോമാണ്. അപ്പം ഞാൻ നോർമലി 2-3 ബ്രോക്കറാണ് മെയിനായിട്ട് ചെയ്യുന്നത്. ഒന്ന് സെറോദ, ദെൻ കൊട്ടാക് നിയോ, ദെൻ ഫയേഴ്സ്. ഈ 3 ബ്രോക്കറിൽ ഞാൻ ട്രേഡുകൾ കൺസിഡർ ചെയ്യാറുണ്ട്. ആൻഡ് ഓക്കെ, സോ അപ്പം ഇതാണ് ആ ഒരു ഇന്നത്തെ ഒരു ട്രേഡ്. ആൻഡ് ഒരു ട്രേഡ് എടുക്കാനുള്ള റീസൺ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ലെവലിൽ നിഫ്റ്റി നല്ലൊരു സെല്ലിംഗ് ഓഫ് ആ ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അവർ നല്ലൊരു വീക്ക്നെസ് തന്നെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു വീക്ക്നെസ് ആണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വീക്ക്നെസ് സെല്ലിംഗ് പ്രഷർ സ്റ്റാർട്ട് ചെയ്ത് കൂടി വരുന്ന സമയത്ത് അതൊരു ചെയിൻ റിയാക്ഷൻ പോലെ ആയിരിക്കും വരിക. ഒരു സ്ട്രോങ് സെല്ലിംഗ് വരും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുൻപ് കഴിഞ്ഞ ദിവസം ഫ്രൈഡേയിൽ മാർക്കറ്റ് നോക്കുവാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു അപ്സൈഡ് മൂവ്മെൻറ്റാണ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ് കണ്ട് ഒരുപാട് പേര് ബൈയിങ് എൻട്രിയൊക്കെ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ അവർ മാർക്കറ്റ് താഴോട്ട് വരുന്ന സമയത്ത് അവർക്ക് എപ്പോഴും ഫിയർ ആയിരിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യും, അവർ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനും അല്ലെങ്കിൽ അവരുടെ പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്യാനൊക്കെ ശ്രമിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നല്ലൊരു ഡൗൺ സൈഡ് മൂവ് മാർക്കറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. ജസ്റ്റ് ഒരു പ്രോബബിലിറ്റി മാത്രമാണ്. അപ്പോൾ അങ്ങനെ തന്നെ ആകണമെന്ന് നിർബന്ധമില്ല. അപ്പം എൻ്റെ ഒരു വ്യൂ അങ്ങനെയാണ്. അപ്പം എൻ്റെ ഒരു വ്യൂ എവിടെയാണ് റോങ് ആവുന്നത്, ആ ഒരു ഇന്നത്തെ ആ ഒരു ഡേ ഹൈ അല്ലെങ്കിൽ ആ ഒരു റെസിസ്റ്റൻസ് ലെവലിൻ്റെ മുകളിലോട്ട് മാർക്കറ്റ് മൂവ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഓക്കെ ഞാൻ പറയാം ഓക്കെ എൻ്റെ വ്യൂ റോങ് ആയി, ഞാൻ അവിടെ നിന്ന് ലോസ് ബുക്ക് ചെയ്യുന്നുള്ളത്. അപ്പോൾ അത് ഞാൻ ഓൾറെഡി പ്ലാൻഡ് ആണ്. എടുത്തിരിക്കുന്ന പൊസിഷൻ ആണെങ്കിൽ അപ്പോൾ ഞാൻ 2 ബ്രോക്കറിൽ ഞാൻ ഒരേ സമയത്താണ് ട്രേഡ് എടുത്തിരിക്കുന്നത്, സറോദയിലും ആൻഡ് ഫയേഴ്സിലും. ഫയേഴ്സാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ജസ്റ്റ് ഒരു 100 ക്വാണ്ടിറ്റി സെൻസെക്സിൽ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി വെയിറ്റ് ചെയ്യുവാണ്. ആൻഡ് ഇനിയെല്ലാം മാർക്കറ്റ് ഡിപ്പെൻഡാണ്. ഞാൻ എൻ്റെ അനലൈസ് ചെയ്തു ആൻഡ് ഒരു ട്രേഡ് എടുത്തു. ഇനി ജസ്റ്റ് വെയിറ്റ് ചെയ്യാം എൻ്റെ ആ ഒരു വ്യൂ അനുസരിച്ചിട്ട് മാർക്കറ്റ് മൂവ്മെൻറ്റ് ചെയ്യുന്നത് വരെ. ആ ഒരു വ്യൂ റോങ് ആവുകയാണെങ്കിൽ എക്സിറ്റ് ചെയ്യും, ലോസ് ബുക്ക് ചെയ്യും. ഓക്കെ, സോ അപ്പോൾ എന്തായാലും ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. ആ ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മാർക്കറ്റ് സ്റ്റിൽ വളരെ സ്ലോ ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണ്. ചെറിയൊരു പ്രോഫിറ്റ് ലോസ് എന്ന രീതിയിലാണ് ഇപ്പോഴും കറണ്ട് ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്.
സ്പോട്ട് ചാർട്ട് നോക്കുവാണെങ്കിൽ ഓൾറെഡി ആ ഒരു ഡേ ലോ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്, ബട്ട് ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു ബ്രേക്ക് ഡൗൺ ഒന്നും വന്നിട്ടില്ല. ആൻഡ് എസ്പെഷ്യലി പ്രീമിയത്തിൽ അങ്ങനെ ഒരു സ്പൈക്കോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. സ്റ്റേബിൾ മൂവ്മെൻ്റ് ആണ്. ഓക്കെ, പ്രീമിയത്തിൻ്റെ നോക്കുവാണെങ്കിൽ അങ്ങനെ വലിയ സ്പൈക്കോ കാര്യങ്ങളൊന്നുമില്ല. ആൻഡ് നിഫ്റ്റി നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് ആ ഒരു ലെവൽ ബ്രേക്ക് ഡൗൺ ചെയ്ത് നെക്സ്റ്റ് സപ്പോർട്ട് ലെവലിൻ്റെ അടുത്തോട്ട് മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. സോ അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ എന്താണ്, ജസ്റ്റ് ഒരു വിന്നിങ് ട്രേഡാണ്. സോ ആസ് പെർ എൻ്റെ അനാലിസിസ് പ്രകാരം തന്നെയാണ് മാർക്കറ്റ് മൂവ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ ജസ്റ്റ് ഹോൾഡ് ചെയ്യുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ. നമ്മുടെ ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും അല്ലേ, നമുക്ക് ഓക്കെ ഇപ്പോൾ ബുക്ക് ചെയ്യണം എന്നുള്ള ഫീലിംഗ് ഒക്കെ വരും. അപ്പോൾ ജസ്റ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് വളരെ കൂളായിട്ട് തന്നെ വെയിറ്റ് ചെയ്തിരിക്കാം, ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഒഴിവാക്കുക. റൈറ്റ്, അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ചാർട്ടിൽ ഒരു ഹയർ ടൈം ഫ്രെയിമിൽ നോക്കി വെയിറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. റൈറ്റ്, ഇപ്പോൾ ഞാനിതൊരു സ്കാൾപ്പിംഗ് ട്രേഡായിട്ടല്ല ഞാൻ ചെയ്യുന്നത്, മാർക്കറ്റിൽ ഹോൾഡ് ചെയ്തിട്ടുള്ളൊരു ട്രേഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഹയർ ടൈം ഫ്രെയിമിൽ മീൻസ് ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് യൂസ് ചെയ്തിട്ട് 1 മിനിറ്റ് ഒന്നും യൂസ് ചെയ്യാതിരിക്കാം, ഹോൾഡ് ചെയ്തിരിക്കാം മാർക്കറ്റിൽ. അപ്പം നമ്മൾ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പല രീതിയിലുള്ള ഇമോഷൻസ് വരാറുണ്ട്. റൈറ്റ്, പേടി ഉണ്ടാവാറുണ്ട്, ബുക്ക് ചെയ്യണോ എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇൻ കേസ് നമുക്ക് തോന്നുന്ന ഇമോഷൻസൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. നെക്സ്റ്റ് ടൈം അത് ഇപ്പം എനിക്ക് പേടിയാണ് വരുന്നത്, അപ്പോൾ എന്തുകൊണ്ട് പേടി വന്നു അല്ല. ഇപ്പം ഞാൻ മുൻപ് സീരിയസ്ലി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഓക്കെ എനിക്ക് ഹോൾഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് മനസ്സിലാക്കിയ സമയത്ത് എനിക്ക് മനസ്സിലാവും ഓക്കെ അത് ഞാൻ എടുക്കുന്ന ക്വാണ്ടിറ്റിയാണ് മെയിൻ ഇഷ്യൂ. അപ്പോൾ ഞാൻ 500 ക്വാണ്ടിറ്റി എടുക്കുന്ന ലൊക്കേഷനിൽ ഞാൻ 1000 ക്വാണ്ടിറ്റി എടുക്കുന്ന സമയത്ത് എനിക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ഫിയർ വരും അല്ലേ. അപ്പോൾ നമുക്കത് മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മളുടെ കംഫർട്ട് ലെവലിലുള്ള ക്വാണ്ടിറ്റി എടുക്കുക. പിന്നെ പല രീതിയിലുള്ള മിസ്റ്റേക്കുകൾ മീൻസ് ഇമോഷൻസ് വരും, അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. ഇപ്പം എൻ്റെ ലൈവ് ട്രേഡിംഗ് സെഷൻസൊക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഫിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും മുമ്പിൽ ചെയ്യുന്ന സമയത്ത് എനിക്കൊരു പേടിയാണ്, അയ്യോ മാർക്കറ്റിൽ എങ്ങോട്ട് പോകും, എന്നെ പറ്റി ബാക്കിയുള്ള ആൾക്കാർ എന്നെ ചിന്തിക്കുന്ന രീതിയിലുള്ള തിങ്കിങ് അല്ലെങ്കിൽ അത് വരുന്ന സമയത്ത് എനിക്കൊരു ഓട്ടോമാറ്റിക്കലി ഒരു ഫിയർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ, ജസ്റ്റ് ഹോൾഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക മാക്സിമം നല്ല ട്രേഡുകൾ വരുന്ന സമയത്ത്. ആൻഡ് ഹോൾഡ് ചെയ്യുന്ന സിറ്റുവേഷനിൽ നമുക്ക് വരുന്ന ഇമോഷൻസ് നോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ തന്നെ ഓൺ ദ സ്പോട്ട് ഒരു ഡയറി എടുത്തിട്ട് എഴുതി വെച്ചിരിക്കുക, എനിക്ക് പേടിയാണ് കാരണം ഞാൻ എടുത്ത ക്വാണ്ടിറ്റിയെക്കാട്ടും കുറച്ച് കൂടുതലാണ്, അല്ലെങ്കിൽ എനിക്ക് മാർക്കിൻ്റെ സെൻറ്റിമെൻറ്റ് മനസ്സിലാകുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. നെക്സ്റ്റ് ടൈം അത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെയാണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നത് മാർക്കറ്റിൽ. റൈറ്റ്, അല്ലാതെ നമ്മൾ ചുമ്മാ എടുത്തിട്ട് ഓക്കെ എക്സിറ്റ് ചെയ്യുന്നു, ചുമ്മാ റാൻഡംലി എക്സിറ്റ് ചെയ്യുന്നു, അതൊന്നും സ്റ്റഡി ചെയ്യുന്നില്ല, നമ്മൾ ചെയ്യുന്ന എന്താണ് കാര്യങ്ങളൊന്നും ഓർക്കുന്നില്ല. അങ്ങനെ ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. നമ്മളെപ്പോഴും ലേൺ ചെയ്യുക, മിസ്റ്റേക്കുകൾ നോട്ട് ഡൗൺ ചെയ്തിട്ട് തന്നെ മുൻപോട്ട് പോവുക. റൈറ്റ്, നിങ്ങളെപ്പോഴും നിങ്ങളുടെ ട്രേഡിംഗ് ഡെസ്കിൽ ഒരു ഡയറി അല്ലെങ്കിൽ ഒരു നോട്ട് ബുക്ക് ഉണ്ടായിരിക്കാം, ദെൻ അത് എഴുതി വെച്ചിരിക്കാം, അത് റിവ്യൂ ചെയ്യുക. അന്ന് തന്നെ റിവ്യൂ ചെയ്യുക, ബെറ്റർ ആയിരിക്കും. ഓക്കെ, അന്ന് തന്നെ റിവ്യൂ ചെയ്യുക. ആൻഡ് എന്താണ് അതിൻ്റെ സൊല്യൂഷൻ അത് കണ്ടുപിടിച്ചതിന് ശേഷം നെക്സ്റ്റ് കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ മാർക്കറ്റ് നോക്കുവാണെങ്കിൽ അഗെയിൻ മാർക്കറ്റിലൊരു ബ്രേക്ക് ഡൗൺ വന്നിട്ടുണ്ട്. ബട്ട് സീരിയസ്ലി നോക്കുവാണെങ്കിൽ മാർക്കറ്റിൽ ഇപ്പോൾ ഞാൻ അടുത്തിരിക്കുന്ന സെൻസെക്സിലാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രീമിയത്തിലൊരു സ്പൈക്കോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഒരു സ്റ്റേബിൾ മൂവ്മെൻ്റ് ആണ് വന്നിരിക്കുന്നത്. നോർമലി സെൻസെക്സിലൊക്കെ വലിയ മൂവ്മെൻറ്റ് വരുന്ന സമയത്ത് നല്ല രീതിയിൽ എന്താണ് പ്രീമിയൊക്കെ പറക്കാറുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് സ്റ്റേബിളാണ്. സോ എനിവേ എനിക്ക് തോന്നുന്നു ഈ ഒരു നല്ലൊരു ട്രേഡാണ് വന്നിരിക്കുന്നത്. ഞാൻ എന്തായാലും വെയിറ്റ് ചെയ്യാം. അപ്പോൾ നിഫ്റ്റി നോക്കുവാണെങ്കിൽ ആ ഒരു സപ്പോർട്ട് ലെവലാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, നോക്കാം സപ്പോർട്ട് ലെവൽ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ ഒരു സെല്ലിങ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. ഓക്കെ, അപ്പം സപ്പോർട്ട് ലെവലിൽ നിന്ന് പ്രൈസ് റിവേഴ്സിൽ വരണമെങ്കിൽ അവിടെ ബയേഴ്സ് ഉണ്ടായിരിക്കണം അല്ലേ, അല്ലെങ്കിൽ സെല്ലേഴ്സ് അവിടുന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യും സംതിങ് ചെയ്തിരിക്കും, എങ്കിൽ മാത്രമേ അവിടുന്ന് റിവേഴ്സിൽ വരുള്ളൂ. ബട്ട് ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ്, പ്രൈസ് ആക്ഷൻ മൂവ്മെൻറ്റ് വരുന്ന സമയത്ത് ബയേഴ്സിനൊരു പേടിയായിരിക്കും, അയ്യോ ഇതിപ്പം ഇവിടുന്ന് ബൈ ചെയ്യണോ, റൈറ്റ് എന്നുള്ളൊരു പേടി കൊണ്ട് തന്നെ പല ആൾക്കാരും ബൈ ചെയ്യാനുള്ള സാധ്യതകൾ കുറവായിരിക്കും ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരുന്ന സമയത്ത്. ജസ്റ്റ് എൻ്റെ ഒരു വ്യൂ ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ബയേഴ്സ് കൂടുതൽ ഉണ്ടാകാതിരിക്കുമ്പോൾ മാർക്കറ്റ് വീണ്ടും അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടി വരും. അപ്പോൾ അങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന സമയത്ത് വീണ്ടും ഫർദർ ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് വരും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതൊരു വിന്നിങ് ട്രേഡാണ്. ആൻഡ് ഓൾറെഡി അത്യാവശ്യം പ്രോഫിറ്റിലാണ്. ബട്ട് സ്റ്റിൽ ഇപ്പം ഞാൻ ഹോൾഡ് ചെയ്യുവാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആ ഒരു സെല്ലിങ് പ്രഷർ വരുവാണെങ്കിൽ മേ ബി ഡൗൺ സൈഡിലോട്ട് ശക്തമായിട്ട് മൂവ്മെൻറ്റ് വരാം. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു പ്രീമിയത്തിലൊരു സ്പൈക്ക് വരുന്നതിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഒരു 200 പോയിൻ്റ് അടുത്ത് മേ ബി സ്പൈക്ക് വരാം. അപ്പോൾ അതിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. സോ സ്റ്റിൽ ഹോൾഡിങ്. ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. എനിക്ക് ഒന്ന് കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗേസ്, അപ്പം ആ ഒരു ട്രേഡ് എടുത്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റിൽ ആ ഒരു പ്രീമിയത്തിൻ്റെ മൂവ്മെൻറ്റ് നിങ്ങൾ നോക്കിയാൽ മതി. വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണ്.
അങ്ങനെ വലിയ ഇമോഷണൽ പെയിനൊന്നും തരുന്നില്ല, സ്റ്റേബിളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ കൂളായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പം ഇവിടെ ചെറിയ ക്വാണ്ടിറ്റിയാണ്, ബട്ട് സെറോദ ഞാൻ കുറച്ച് വലിയ ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ അതിലും എനിക്ക് വലിയ ഇഷ്യൂ ഇല്ലാതെ, വലിയ ഇമോഷണൽ പെയിൻ ഇല്ലാതെ എനിക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് ഒരു റൗണ്ട് ഓഫ് ഫാൾ വരാനുള്ള സാധ്യതകളുണ്ട്. മാർക്കറ്റിൽ അഗെയിൻ വീക്ക്നെസ്സും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പം നെക്സ്റ്റ് ഒരു ഡൗൺ സൈഡ് ഫാൾ വരുന്ന സമയത്ത് ഞാൻ മേ ബി പ്രീമിയത്തിലൊരു സ്പൈക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ ഞാൻ എൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഓപ്ഷൻ ട്രേഡിംഗ് ഒക്കെ നമ്മൾ വളരെ റിസ്കി ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ ഇതുവരെ ഒരു വീഡിയോയിൽ വളരെ ഈസി ആണെന്നോ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, വളരെ ടഫായിട്ടുള്ള ഒരു ഫീൽഡാണ്. അപ്പോൾ നിങ്ങളിത് ചെയ്യുന്നതിന് മുമ്പ് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിരിക്കുക. ആൻഡ് എസ്പെഷ്യലി ഫുൾ എമൗണ്ടൊന്നും ഇട്ടിട്ട് ഒരിക്കലും ട്രേഡ് കൺസിഡർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതായത് നിങ്ങളുടെ ക്യാപിറ്റലിൻ്റെ ഫുൾ എമൗണ്ടൊന്നും ഓപ്ഷൻ ഡിമാറ്റ് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഒരിക്കലും ഇടാതിരിക്കുക. നിങ്ങളത് സ്പ്ലിറ്റ് ചെയ്തിട്ട് സ്വിംഗ് ട്രേഡിങ്ങോ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഞാനിപ്പം റീസെൻ്റ്ലി ഇപ്പം ലാസ്റ്റ് ഇയർ ഒക്കെ നോക്കുവാണെങ്കിൽ എൻ്റെ ടെലഗ്രാം ചാനൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. എല്ലാ സ്വിംഗ് ട്രേഡിങ് ഞാൻ എടുക്കാറുണ്ട്, എല്ലാം അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ലൈവായിട്ട് തന്നെ. ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്, കൂടുതൽ എൻ്റെ ഇപ്പം ക്യാപിറ്റൽ കൂടുതലുള്ളത് സ്വിംഗ് സ്റ്റോക്കിലാണ്, കുറച്ച് ക്യാപിറ്റൽ ക്രിപ്റ്റോ കറൻസിയിലുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ലാസ്റ്റ് വർഷം എൻ്റെ ടെലഗ്രാമിൽ ഷെയർ ചെയ്ത എനിക്ക് തോന്നുന്നു എല്ലാ സ്റ്റോക്കുകളും എല്ലാം 100% റിസൾട്ടാണ്. എനിക്കൊന്ന് ഒരു സ്റ്റോക്ക് മാത്രമേ ലോസ് ബുക്ക് ചെയ്തിട്ടുള്ളൂ, ബാക്കി എല്ലാം സ്വിംഗ് ട്രേഡിങ് ഞാൻ എല്ലാം ലൈവായിട്ട് ചെയ്തിട്ട് എല്ലാം ഓൾമോസ്റ്റ് 10%, 15%, 20% ഒക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത സ്റ്റോക്കുകളാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സ്വിംഗ് ട്രേഡിങ് ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം. ഞാൻ നെക്സ്റ്റ് സ്റ്റോക്കുകൾ എടുക്കുന്ന സമയത്ത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അതും ഫ്രീ ആയിട്ട് തന്നെ, യാതൊരു ചാർജസും ഞാനിവിടെ എടുക്കുന്നില്ല. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് നോക്കുവാണെങ്കിൽ വളരെ സ്ലോ മൂവ്മെൻ്റ് ആണ്, ബട്ട് സ്റ്റഡിയാണ്. ഓക്കെ, അതാണ് ഏറ്റവും എനിക്ക് ഈ ഒരു ട്രേഡിൽ ഹോൾഡ് ചെയ്ത് നിൽക്കാനുള്ള ഏറ്റവും ഒരു കോൺഫിഡൻറ്റ് തരുന്ന ഒരു കാര്യം. വളരെ സ്റ്റഡിയാണ്. സ്റ്റഡി മീൻസ് സ്പൈക്കുകൾ അല്ലെങ്കിൽ ഫ്ലക്ച്വേഷൻസ് ഇല്ല. മേ ബി ഒരു സഡൻ ഒരു ഗ്രീൻ ക്യാൻഡിൽ വരുവാണെങ്കിൽ പ്രീമിയം നന്നായിട്ട് കുറയും, ബട്ട് അത് എനിക്ക് ഓക്കെയാണ്. ഞാൻ ഓൾറെഡി റിസ്ക് എടുത്തിട്ടാണ് ഈ ഒരു ട്രേഡ് എടുക്കുന്നത്. സ്റ്റോപ്പേഴ്സ് എവിടെയാണെന്ന് എനിക്കറിയാം. ഓക്കെ, ബട്ട് പ്രോഫിറ്റിൽ ഹോൾഡ് ചെയ്ത് നിൽക്കാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സ്റ്റഡി ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണ്. എനിക്ക് വളരെ കോൺഫിഡൻറ്റോട് കൂടി എനിക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടി നിൽക്കാൻ പറ്റുന്നുണ്ട്. യാതൊരു രീതിയിലുള്ള ഡിസ്ട്രാക്ഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ കോൺഫിഡൻറ്റോട് കൂടിയാണ് ഈ ഒരു ട്രേഡ് ഞാൻ ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ, സോ എന്തായാലും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുവാണ്. ഓക്കെ, അതുകൂടാതെ ഇപ്പം റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ മുമ്പോട്ട് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അല്ലേ മാർക്കറ്റിൽ. അപ്പോൾ ഇനിയും ഫ്യൂച്ചേഴ്സിലൊക്കെ ഫ്യൂച്ചേഴ്സ് മീൻസ് ഭാവിയിൽ ഇനിയും ഇതുപോലുള്ള റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ വരാം. അപ്പം സ്റ്റിൽ ഞാനിപ്പം ഓപ്ഷൻ ട്രേഡിംഗ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ചെറിയ രീതിയിൽ ക്രിപ്റ്റോ കറൻസി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ടെലഗ്രാം ചാനൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയ രീതിയിൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യം എനിക്ക് കഴിഞ്ഞ 2-3 മാസത്തെ കണക്ക് നോക്കുവാണെങ്കിൽ ക്രിപ്റ്റോ കറൻസിലാണ് ഏറ്റവും വലിയ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയിരിക്കുന്നത് കമ്പയർ ടു ഓപ്ഷൻ ട്രേഡിംഗ്. ഓക്കെ, വലിയ അത്യാവശ്യം നല്ല റിട്ടേൺ തന്നെ എനിക്ക് ക്രിപ്റ്റോ കറൻസി ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ഒരു നല്ലൊരു ബ്രേക്ക് ഡൗൺ വന്നിട്ടുണ്ട് മാർക്കറ്റിൽ. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ഓപ്ഷൻ സ്പൈക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുന്നു. മാർക്കറ്റിൽ എൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ഞാൻ റെഡിയാണ്. റൈറ്റ്, ഓൾമോസ്റ്റ് ഒരു 150-170 പോയിൻറ്റ് പ്രോഫിറ്റ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്പൈക്കിൽ ബുക്ക് ചെയ്യുന്നു. ആൻഡ് അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ അധികം ഗ്രീഡി ആകാതിരിക്കുക. ഓക്കെ, ബുക്ക് ചെയ്യേണ്ടത് സമയത്ത് ബുക്ക് ചെയ്തിരിക്കുക എന്നുള്ളതാണ്. സോ റൈറ്റ്, നല്ലൊരു ബ്രേക്ക് ഡൗൺ നിഫ്റ്റി ഓൾസോ. ഓക്കെ, ഞാൻ എൻ്റെ പ്രോഫിറ്റ് ഇവിടെ ബുക്ക് ചെയ്യുവാണ്. ഓക്കെ, സോ ഞാനിവിടെ എൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യണേ നിയർലി ഒരു 230 പോയിൻറ്റ് സംതിങ്. ഓക്കെ, അപ്പോൾ ഇനി വേറെ ട്രേഡ് ഇല്ല. അപ്പോൾ ഞാൻ ബുക്ക് ചെയ്ത് ഞാൻ പറഞ്ഞ ഒരു സ്പൈക്കിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്തിരുന്നത്. ആൻഡ് മേ ബി അപ്സൈഡ് ഇനിയും പ്രീമിയം ഇനിയും സ്പൈക്കുകൾ തരാം, ബട്ട് സ്റ്റിൽ ഞാൻ ഹാപ്പിയാണ്. ഓൾറെഡി മുൻപേ പൊസിഷൻ എടുത്തതാണ്. ആൻഡ് അതാണ് എൻ്റെ പ്ലാൻ ആയിരുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ട്രേഡിങ് ഞാനിവിടെ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, എൻ്റെ ഇത് കൂടാതെ ഈ ഒരു ഇൻഡിക്കേറ്റർ, നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണുന്ന ഒരു ഇൻഡിക്കേറ്റർ ഓൾറെഡി ടെലഗ്രാം ചാനൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ആഡ് ടു ഫേവറേറ്റിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. സോ ബൈ, താങ്ക് യു.